Alhamdulillah Rabbil Alameen wassalatu wassalamu ala ashrafil mursalin wa ala alihi washabihil faizin biridallah ya ibadallah ittaqullah. Wa Abi Hurairah radhiyallahu anhu qala Rasulullah sallallahu alaihi wasallam khudhu junnatakum. Qalu ya Rasulullah min adwin hadar? Qala la walakin khudhu junnatakum من النار وقولوا سبحان الله والحمد لله ولا إله إلا الله والله أكبر فإنهن يأتين يوم القيامة منجيات مقدمات مؤخرات وهن الباقيات الصالحات رواه النسائي. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അസ്സുനനുൽ കുബ്രായിലെ 10684 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു സംഭവമാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയുന്നത്. വെട്ടിപ്പരത്തി പറയാതെ തന്നെ നമുക്കൊക്കെ അറിയാം, നാം ഓരോരുത്തരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം ഒരു മനുഷ്യന് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ താങ്ങാൻ കഴിയുന്നതിൻ്റെ എത്രയോ വലിയ അനുഭവമാണ് നരകത്തിലുണ്ടാവുക എന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമ്മൾ കേട്ടിട്ടും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടുമുണ്ട്. അനുഭവത്തിൽ നിന്ന് തീപ്പൊള്ളലേൽക്കുക എന്നുള്ളത് മരിച്ചാലും ആരുടെ മണ്ണിൽ ലയിച്ചു ചേർന്നാലും ഒരുപക്ഷെ ആ അടയാളം അവിടെ ഉണ്ടാവുമെന്ന് തോന്നിപ്പിക്കുമാറാണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ തീപ്പൊള്ളലുമായി ബന്ധപ്പെട്ടുണ്ടാവുക. അപ്പോൾ അത്രയധികം കഠോരമായ ശിക്ഷയിൽ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് നമുക്കായിട്ടൊന്നുമല്ല പല ഇബാദത്തും അമലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു നരകത്തെ പേടിച്ചിട്ടാണ്. എന്നാൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു സംഭവമാണ്, ഖുദു ജുന്നതക്കും, നിങ്ങൾ നിങ്ങളുടെ ജുന്നകൾ എടുക്കും. ജുന്ന എന്ന് പറഞ്ഞാൽ പ്രാചീന കാലം മുതൽ തന്നെ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന യുദ്ധത്തിലൊരു ഉപകരണമാണ്. പരിച എന്നാണ് പറയാം. ഇടത് കൈയിൽ പിടിക്കുന്ന, അല്ലെങ്കിൽ ഇടത് കൈ സ്വാധീനമുള്ള ആൾക്കാർ വലത് കൈയിൽ പിടിക്കുന്ന ആ പരന്നിട്ടുള്ള സാധനം. വെട്ടും കുത്തും വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംഗതി. അതെടുക്കാൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, മിൻ അദുവിൻ ഹദർ, വല്ല ശത്രുവും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ നമ്മളെ ആക്രമിക്കാൻ? റസൂൽ പറഞ്ഞില്ല, വലാകിൻ ഖുദു ജുന്നതകും മിനൻ നാരി, മറിച്ച് നിങ്ങൾ ഈ പരിച എന്ന് പറഞ്ഞ സാധനം എടുക്കേണ്ടത് നരകത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. റസൂൽ പറഞ്ഞു, അസ്സൗമു ജുന്നത്ത്, നോമ്പൊരു പരിചയാണെന്ന് പറഞ്ഞു. മാലം യുഖ്രിഖഹ, അത് പൊളിച്ചു കളഞ്ഞില്ലെങ്കിൽ, ബികദബിൻ ഔ ഐബത്തിൻ, ആ പരിച നോമ്പാകുന്ന വ്രതമാകുന്ന പരിച പൊളിച്ചു കളയുന്നത് ഒന്ന് കളവ് പറയുന്നത് കൊണ്ട്, മറ്റൊന്ന് എഴുപത്ത് പറയുന്നതുകൊണ്ട്. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും വെള്ളം കുടിക്കാത്തതുകൊണ്ടും മറ്റിതര കാര്യങ്ങൾ ഭാര്യയുമായോ ഭർത്താവുമായോ ബന്ധപ്പെടാത്തതുകൊണ്ടോ മറ്റെന്തെങ്കിലും കൊലപാതകം നടത്തുന്നത് കൊണ്ടോ ഒന്നും നോമ്പ് പോകില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ അതൊന്നും ചെയ്യാതിരിക്കും, പക്ഷെ ഇതൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ പരിചയം ദുർബലപ്പെട്ടു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഖുലു, നിങ്ങൾ ആ പരിച എന്ന് പറയുന്നത് എങ്ങനെ എടുക്കേണ്ടത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്നാൽ നമ്മൾ പറഞ്ഞതിൻ്റെയൊക്കെ ബാക്കിയാണ്. നമുക്കറിയാത്ത ദിക്റുകളും ദുആകളൊന്നുമില്ല. പക്ഷേ ഇത് ഓരോ ദിക്റുകളും നമ്മൾ നടത്തുമ്പോൾ ഇതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താ, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താ, അത് നമ്മുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ ആ മുറാദ് ആ രൂപത്തിൽ തന്നെ ആയിക്കിട്ടും. അള്ളാഹു ഇതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഫഇന്നഹാ യഅതി അന്നഹാ യൗമുൽ ഖിയാമ, ഈ പറഞ്ഞ 4-5 ദിക്റുകൾ ഖിയാമത്ത് നാളിൽ വരും. എന്തായിട്ട്? മുഖദ്ദിമാത്തുൻ, സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നതും, മുഅഖിറാത്തുൻ, നരകത്തിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്നതും, മുൻജിയാത്തുൻ, രക്ഷപ്പെടുത്തുന്നതുമായിട്ട്, വഹുന്ന, അതാണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്തു. നാളെ പരലോകത്ത് എന്തെങ്കിലും മിച്ചം കിട്ടണമെന്ന് വിചാരിച്ച് ചെയ്തിട്ടില്ല. ബാഖിയാത്തു സ്വാലിഹാത്തല്ലേ, വിശിഷ്ടമായി പടച്ചോനിരുന്ന് കൂലി കിട്ടുന്ന കർമ്മങ്ങളിൽപ്പെട്ട ആ കർമ്മങ്ങൾ, അത് ഇതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. നമ്മളിപ്പോൾ അത് പതിവാക്കുക. ആ ദിക്റും ദായിമായി ജീവിതത്തിൻ്റെ എല്ലാ നല്ല മേഖലകളിലും കിട്ടാവുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ദാക്കിറുകളായി ജീവിച്ചു വരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കത്തിയാളുന്ന നരകത്തിൻ്റെ തീ കെടുത്തുവാൻ ഉപകരിക്കുന്ന ദിക്റിൻ്റെയും ദുആയുടെയും ഉടമകളായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ
മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് മറച്ചു വെച്ച് ഇരുലോകത്തിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ വന്നുപോയ അബദ്ധങ്ങൾക്കും തെറ്റുകുറ്റങ്ങൾക്കും പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കും ഔഫറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലും ഇരിക്കുന്ന രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. സഹിക്കാൻ വയ്യാത്ത ക്ഷമിക്കാൻ വയ്യാത്ത മരുന്നില്ലാത്ത മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും കാത്തുരക്ഷിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും ശുഹദാക്കളും സാലിഹും സജ്ജനങ്ങളുമായ മുഴുവൻ സത്യവിശ്വാസികളുടെയും സ്വർഗത്തിന്റെ ഉടമകളായി മാറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമ്പോൾ അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.